പ്രിയമാനവളെ ഭാഗം 2. ലച്ചു ഉറക്കെയുള്ള വിളിക്കിട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വാതിക്കലെല്ലാം കണ്ടു നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ട് അവളൊന്ന് ഞെട്ടി. ക്രോധത്തോടെ ചാടി വന്ന് വിഷക്കുപ്പി തട്ടിയെറിഞ്ഞ് അവൻ അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. അത് പ്രതീക്ഷിച്ചതിനാൽ അവൾ പകച്ചില്ല. എന്താണ് ഇത് ചെയ്യാൻ പോയത്? ഒരു നിമിഷം ഞാൻ വരാൻ വൈകിയിരുന്നെങ്കിലോ? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. വിച്ചേട്ടാ, അമ്മ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ ഒരു നിമിഷം ഞാൻ... അവൾ പറയാനാവാതെ പൊട്ടിക്കരഞ്ഞു. വിഷ്ണു അവളെ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ട് ചുറ്റിപ്പിടിച്ചു. ആരെന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കതൊരു വിഷയവുമല്ല. എന്തൊക്കെ വന്നാലും ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല. അവൾ പതിയെ അവനിൽ നിന്നും അടർന്നു മാറി അവനെ ഉറ്റുനോക്കി. വേണ്ട വിച്ചേട്ടാ, അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്തവൾ ശപിക്കപ്പെട്ടവള. എന്നെപ്പോലെ ഒരുവൾ വിച്ചുവിൻ്റെ ജീവിതത്തിൽ ഇനി വേണ്ട. നമുക്ക് പിരിയാം. അത് പറഞ്ഞതും അവളുടെ ശബ്ദം ഇടറി. ലച്ചു, നീ എന്തൊക്കെയാ പറയുന്നത്? സത്യം വിനു, നമ്മൾ കാരണം അവളുടെ ജീവിതം നശിക്കാൻ പാടില്ല. വിച്ചുവിൻ്റെ കൂടെയില്ല നല്ല നിമിഷങ്ങളുടെ ഓർമ്മകളുണ്ട് എനിക്ക്. അത് മതി ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കാൻ. അതുകൊണ്ട് അവർ പറഞ്ഞതുപോലെ വിച്ചുവേട്ടൻ അർച്ചന വിവാഹം കഴിക്കണം. ലച്ചു, നീ... വേണ്ട വിച്ചുവേട്ട. വിച്ചുവേട്ടൻ ഇതിന് തയ്യാറായില്ലെങ്കിൽ ഉറപ്പായും പിന്നെ എന്നെ ജീവനോട് കാണില്ല. അവൾ പറഞ്ഞതും അവൻ ഞെട്ടി. ലച്ചു, സത്യം. അതുകൊണ്ട് വിച്ചുവേട്ടൻ എനിക്ക് വാക്കുതാ അവളെ വിവാഹം കഴിക്കുക എന്ന്. അവൻ്റെ ദേഷ്യവും സങ്കടവും വന്നു. എല്ലാവരും എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നിന്ന് തന്നോളാം ഞാൻ. പറഞ്ഞേക്ക് അവരോട് അവരുടെ ഡിമാൻഡ് ഞാൻ അംഗീകരിച്ചെന്ന്. അതും പറഞ്ഞ് ദേഷ്യത്തോടെ അവൻ നടന്നാക്കുന്നതും ലച്ചു കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു. മുട്ടിൽ മുഖമമർത്തി പൊട്ടിക്കരഞ്ഞു. ഹാളിൽ നിന്ന് ഇതെല്ലാം കണ്ട് ഭാനുമതിയും പ്രസന്നൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ അവിടെ അവരും മൗനം പാലിച്ചു. വിവരമറിഞ്ഞ് വിനയ്ക്ക് ഒത്തിരി സന്തോഷമായി. പിറ്റേ ദിവസം തന്നെ രോഹിതിൻ്റെ വീട്ടുകാർ അവിടേക്ക് വന്നു. ഇത്രയും പെട്ടെന്ന് മ്യൂച്വൽ ഡിവോഴ്സിനുള്ള അപേക്ഷ കൊടുക്കണം. പിന്നെ ഡിവോഴ്സ് കിട്ടുന്നവരെയൊന്നും കാത്തിരിക്കണ്ട. അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം അങ്ങ് നടത്താം. ഗംഗാധരൻ്റെ അഭിപ്രായത്തിന് ആരും എതിരും പറയാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ തന്നെ തീരുമാനമായി. വിഷ്ണു മുറിയിലേക്ക് വരുമ്പോൾ സാധനങ്ങളെല്ലാം ബാഗിലെടുത്ത് വയ്ക്കുകയായിരുന്നു ലച്ചു. പോകാൻ തയ്യാറായി അല്ലേ? ലച്ചു, ഇനി ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒരു ദിവസം ഉണ്ടാവുമോ? അവൾ മൗനമായി നിന്നു. ലച്ചു, ഓർക്കാൻ ഒരുപാട് നല്ല നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നു മുതൽ അതൊക്കെ വെറും ഓർമ്മകൾ മാത്രമായി മാറും. നാളത്തെ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കുന്നതോടെ നമ്മൾ രണ്ടും രണ്ടാകും. അതിനു മുമ്പ് ഒരു ദിവസം കൂടി നമുക്ക് ജീവിക്കണം. എല്ലാം മറന്ന് സന്തോഷത്തോടെ. ഈ ഒരു രാത്രി എൻ്റെ പഴയ ലച്ചുവായി എന്നെ ഇന്ന് സ്നേഹിക്കാമോ നിനക്ക്? ഇടറുന്ന ശബ്ദത്തിൽ അവൻ ചോദിച്ചതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവനെ ഇറുകി പുണർന്നു. വിച്ചുവേട്ട, ഹൃദയം നുറുങ്ങുകയാണ്. പക്ഷെ സഹിക്കാതെ വയ്യ. വിധി അതാണ്. ഇന്നൊരു രാത്രി വിച്ചുവേട്ടൻ്റെ ആ പഴയ ലച്ചുവാകാൻ ഞാൻ. അവൾ പറഞ്ഞു. അവൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി അവളുടെ നെറ്റിയിലും കവിളുകളിലും ചുണ്ടുകളിലും പതിയെ ചുംബിച്ചു. പതിയെ കഴുത്തിൽ മുഖം പൊഴുതി. അവൾ കണ്ണുകളടച്ച് അവൻ്റെ മുടിയിൽ പിടിമുറുക്കി ഇടുപ്പിലൂടെ കൈയിട്ട് തൻ്റെ ഉടലോട് അവളെ ചേർത്തു. പതിയെ ഇരുവരും കിടക്കയിലേക്ക് വീണു. ആദ്യ സമാഗമത്തിൻ്റെ ഓർമ്മകളിലൂടെ അവർ ഒരിക്കൽ കൂടി യാത്ര തിരിച്ചു. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനൊരു കൂടിച്ചേരൽ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. അതിനാൽ ഇണക്കങ്ങളും പരിഭവങ്ങളും ഇല്ലാതെ ഇരുവരും ഒന്നായി മാറി. ഒടുവിൽ നഗ്നമായ അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് എല്ലാം മറന്ന് അവൾ ഉറങ്ങി. പിറ്റേ ദിവസം വക്കീലിനെ ചെന്ന് കണ്ട് മ്യൂച്വൽ ഡിവോഴ്സിനുള്ള അപേക്ഷ കൊടുത്ത് അവൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വിഷ്ണുവിൻ്റെ വിവാഹം കഴിഞ്ഞു. അമ്പലനടയിൽ വെച്ച് മനസ്സില്ലാ മനസ്സോടെ അവൻ അർച്ചനയുടെ കഴുത്തിൽ താലി ചാർത്തി. ചടങ്ങിനായി അവന് കയ്യിൽ വെച്ച് കൊടുത്ത അർച്ചനയുടെ കൈ ദേഷ്യത്തോടെ അവൻ തട്ടിമാറ്റി. വീട്ടിലെത്തി അവരെ ഭാനുമതി ആരതി ഒഴിയാനായി വന്നതും അതൊന്നും നോക്കാതെ അവൻ തനിയെ അകത്തേക്ക് കയറിപ്പോയി. ലച്ചുവിൻ്റെ ഓർമ്മകൾ തങ്ങുന്ന മുറിയിലേക്ക് അർച്ചനയെ ഒരിക്കലും കയറ്റരുതെന്ന് അവൻ പറഞ്ഞിരുന്നു. അതിനാൽ മണിയറ മറ്റൊരു മുറിയിലേക്ക് ഒരുക്കി. രാത്രിയാകുന്തോറും അവന് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അങ്ങനെയാണ് പാൽ ഗ്ലാസ് തട്ടിയെറിഞ്ഞ് പുറത്തേക്ക് നടന്നത്.
ഓരോന്നോർത്ത് ഷെഡിൽ കിടന്ന് മഴങ്ങിയപ്പോഴാണ് ആരോ അവനെ തട്ടി വിളിച്ചത്. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ തൻ്റെ കൂട്ടുകാരായ അഭിയും സജിയും നിൽക്കുന്നത് കണ്ട് അവൻ എഴുന്നേറ്റു. നീ ഇവിടെ വന്ന് കിടക്കുകയായിരുന്നോ? ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു നിന്നെ. നീ ഒന്ന് വേഗം വന്ന്, ഒരു കാര്യമുണ്ട്. അവരുടെ ശബ്ദത്തിൽ എന്തോ ഒരു അങ്കലാപ്പ് കണ്ട് അവന് സംശയം തോന്നി. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ ഒക്കെ പറയാം, നീ വന്ന് വണ്ടി കയറ്. അവർ അവനെയും വിളിച്ച് കാറിൽ കയറി. കൂട്ടുകാരുടെ പെരുമാറ്റത്തിൽ നിന്ന് എന്തോ പ്രശ്നമുള്ളതായി അവന് തോന്നി. എന്താടാ, എന്താ കാര്യം? അത് പിന്നെ നീ ടെൻഷനാവുകയൊന്നും വേണ്ട. ദാമുവേട്ടൻ വീടും സ്ഥലമൊക്കെ വിറ്റ് ലച്ചുവിനെയും ഓമനേച്ചിയും കൂടി തെങ്കാശിയിലേക്ക് പോയതായിരുന്നു. വഴി വെച്ച് ഒരു ആക്സിഡൻറ്റിൽ. അത്രയും കേട്ടതും വിഷ്ണു അലറി വിളിച്ചു. അവൾ സഡൻ ബ്രേക്കിട്ട് വണ്ടി നിർത്തി. എന്താ എന്താ എൻ്റെ ലച്ചുവിനെ പറ്റിയത്? പറ, അവൻ അലറി. വിഷ്ണു, നീ ബാളം വെക്കണ്ട. ലച്ചുവിന് കുഴപ്പമൊന്നുമില്ല, ചെറിയ പരിക്കുള്ളൂ. പക്ഷേ ഓമനേച്ചിയും ദാമേട്ടനും അപ്പോൾ തന്നെ പോയി. ആക്സിഡൻറ്റ് കേസായതുകൊണ്ട് ബന്ധുക്കൾ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു. അതാ നിന്നെ വിളിക്കാൻ വന്നത്. വാതിൽ തുറന്ന് കൂട്ടുകാർക്കൊപ്പം വിജു മുറിയിലേക്ക് കടന്നു. മയക്കത്തിലായിരുന്നു ലച്ചു. അവൻ പതിയെ അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു. ലച്ചു, അവൻ പതിയെ വിളിച്ചു. അവൾ പതിയെ കണ്ണുകൾ തുറന്ന് അമ്പരപ്പോടെ ചുറ്റും നോക്കി. വിജുട്ടാ, ഞാനിതെവിടെയാ? ലച്ചു, നീ പേടിക്കണ്ട, ഇത് ഹോസ്പിറ്റലാണ്. നിനക്കൊന്നുമില്ല. എൻ്റെ അച്ഛനും അമ്മയും അവരെവിടെ? അവർക്കെന്താ പറ്റിയത്? എനിക്ക് അവരെ കാണണം. അവൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞു. അവൻ അവളെ ചുറ്റിപ്പിടിച്ചു. ലച്ചു, കരയാതെ. അവർക്കൊരു കുഴപ്പമില്ല. നമുക്ക് അവരെ കാണാം. നീ അവരെ സമാധാനപ്പെട്. അവൻ അവളെ സമാധാനിപ്പിച്ച് കിടത്തി. കുറച്ച് സമയത്തിന് ശേഷം അവൾ മയങ്ങിയതും അവൻ പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അപ്പോഴേക്കും വിവരമറിഞ്ഞ് പ്രസന്നൻ അവിടേക്ക് വന്നു. മോനെ, ലച്ചുവിന് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, നെറ്റിയിലും കയ്യിലും ചെറിയ പരിക്കുണ്ട്. അച്ഛനെയും അമ്മയും കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അത് കേട്ടതും അയാളുടെ ചങ്ക് പിടിച്ചു. താമോ അമ്മനെയും നീ കണ്ടോ? മോർച്ചറിൽ ചെന്ന് ബോഡി ഐഡൻറ്റിഫൈ ചെയ്തു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാളെ ബോഡി കിട്ടൂ. അത്ര വരെ അവളൊന്നും അറിയണ്ട, അവൻ പറഞ്ഞു. പ്രസന്നൻ മൂളി. പിറ്റേ ദിവസം അച്ഛനെയും അമ്മയും കാണാമെന്ന് പറഞ്ഞ് വിഷ്ണുവും ഭാനുവും ലച്ചുവിനെയും കൂട്ടി പുറത്തേക്കിറങ്ങി. തങ്ങളുടെ പഴയ വീട്ടിലേക്ക് പോകുന്നത് കണ്ട് അവളൊന്ന് അമ്പരന്നു. മുറ്റം നിറയെ ആളുകളെ കണ്ടതും അവളുടെ മുഖത്ത് ഭീതി പടർന്നു. അകത്തേക്ക് ഓടിച്ചെന്ന് അവൾ വെള്ള പുതപ്പിച്ച് കിടത്തിയ അച്ഛൻ്റെയും അമ്മയുടെയും ശവശരീരങ്ങൾ കണ്ട് അലമുറയിട്ട് കരഞ്ഞു. കൂടി നിന്നവരുടെയും കണ്ണുകൾ നിറഞ്ഞു. മകൻ്റെ സ്ഥാനത്ത് നിന്ന് വിഷ്ണു തന്നെ കർമ്മങ്ങൾ ചെയ്തു. ചടങ്ങുകൾ കഴിഞ്ഞതും എല്ലാവരും പിരിഞ്ഞുപോയി. വീട് വാങ്ങിയ ആൾ താക്കോലിനായി വന്നു. എന്തു ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയാതെ ആ മുറ്റത്ത് ലച്ചു നിന്നു. പ്രസന്നൻ പതിയെ അവളുടെ അരികിലേക്ക് വന്നു. അവളുടെ കൈ പിടിച്ചു. മോള് വാ. അയാൾ അവളെയും വിളിച്ച് നടന്നു. അത് കണ്ട് വിഷ്ണുവിൻ്റെ മുഖം തെളിഞ്ഞു. മുറ്റത്ത് വണ്ടി നിർത്തി ഇറങ്ങുമ്പോഴേ കണ്ടു വീർത്ത് കിട്ടിയ മുഖവുമായി വരാന്തയിൽ നിൽക്കുന്ന വിനയയെ. അതൊന്നും ശ്രദ്ധിക്കാതെ വിഷ്ണുവും പ്രസന്നനും വണ്ടിയിൽ നിന്നിറങ്ങി. വാ മോളെ, ഇറങ്ങ്. പ്രസന്നൻ ഡോർ തുറന്നുകൊണ്ട് പറഞ്ഞു. ലച്ചു ഒന്ന് പകച്ചു. അവൾ ആ വീട് ആകെ ഒന്ന് നോക്കി. ഇനി ഒരു മടങ്ങി വരിക ഉണ്ടാവില്ലെന്ന് കരുതിയാണ് അന്ന് ഈ വീടിൻ്റെ പടി ഇറങ്ങിയത്. ഇന്ന് അതേ വീട്ടിലേക്ക് തന്നെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ മോളെ ആലോചിച്ചേക്കുന്നത്? വാ. പ്രസന്നൻ അകത്തേക്ക് നടന്നു. പിന്നാലെ അവളും. വരാന്തയിലെത്തിയതും വിനയ് ചാടത്തുള്ളി അവളുടെ അരികിലേക്ക് വന്നു. അച്ഛൻ ഇത് എന്തു ഭാവിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്? അത്രയും പറഞ്ഞത് പ്രസന്നൻ കൈ ഉയർത്തി തടഞ്ഞു. നിനക്ക് പറയാനുള്ളതൊക്കെ പറയാം, അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. അതും പറഞ്ഞ് അയാൾ ലച്ചുവിനെ നോക്കി. മോൾ അകത്തേക്ക് ചെല്ല്. അയാൾ വിനയെ നോക്കി അവിടെ തന്നെ നിന്നു. ഭാനു, നീ ഇവളെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. അവൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, എന്തെങ്കിലും ഉണ്ടാക്കിക്കൊടുത്ത് കഴിപ്പിക്ക്, അയാൾ പറഞ്ഞു. വാ മോളെ എന്ന് പറഞ്ഞ് ഭാനു ലച്ചുവിനെയും കൂട്ടി അകത്തേക്ക് നടന്നു. അടുക്കളവാതിലിനരികിൽ നിർവികാരതയോടെ തന്നെ നോക്കി നിൽക്കുന്ന പുതിയ അതിഥിയെ അവൾ നോക്കി. അവളുടെ കഴുത്തിൽ അണിയിച്ച താലിയും നെറ്റിയിലെ സിന്ദൂരവും കണ്ട് അവളുടെ നെഞ്ചു വീങ്ങി. നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ അവൾ വേഗം മുറിയിലേക്ക് ചെന്നു. അവർ പോയതും പ്രസന്നൻ സോഫയിലിരുന്ന് മകളെ നോക്കി. ഇനി നിനക്കെന്താ പറയാനുള്ളത്? അച്ഛൻ എന്തു ഭാവിച്ചാ അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്?
പിന്നെ സ്വന്തമായിട്ടൊരു കുടപ്പാടം പോലും ഇല്ലാത്ത അവളെ തെരുവിലേക്ക് ഇറക്കിവിടുകയാണോ വേണ്ടത്? ഇറക്കി വിടുകയാണോ ഞാൻ ചെയ്യേണ്ടത്? അവളുടെ കാര്യം എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? അവൾ നമ്മൾ തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല. വിഷ്ണുവേട്ടനിപ്പോൾ മറ്റൊരു ഭാര്യയുണ്ട്. അവർ പുതുതായി ഒരു ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിനിടെ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാൽ എങ്ങനെ ശരിയാകും? ഞാനിപ്പോൾ എന്ത് വേണമെന്നാ നീ പറയുന്നത്? അവൾ വല്ല ഹോസ്റ്റലും കൊണ്ടാക്ക്. മാസം ചിലവിനുള്ളത് കൊടുത്താൽ പോരെ? അത് വേണേ ഞാൻ തന്നേക്കാം. അത് കേട്ടതും വിഷ്ണുവിന് ദേഷ്യം വന്നു. ഡി, എൻ്റെ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാൻ എനിക്കറിയാം. അതിന് നിൻ്റെ ഔദാര്യമൊന്നും വേണ്ട. ഭാര്യയോ? ഏത് ഭാഗ്യല്ലേ? ഏട്ടൻ്റെ ഭാര്യ അർച്ചനയല്ലേ? താലി കിട്ടിയെന്ന് വെച്ച് അവളെൻ്റെ ഭാര്യയാണെന്ന് നിന്നോടാരെ പറഞ്ഞു? ഞാനും ലച്ചുവും തമ്മിലുള്ള ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. ഞങ്ങളിതുവരെ വേർപിരിഞ്ഞിട്ടില്ല, അത് ഓർക്കണം നീ. പിന്നെ നിന്നെ കിട്ടണമെങ്കിൽ ഞാൻ അർച്ചനയുടെ കഴുത്തിൽ താലി കെട്ടണമെന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. അവളുടെ കൂടെ താമസിക്കണമെന്നോ ഒരു ഭർത്താവിൻ്റെ കടമ ചെയ്യണമെന്നോ അവർ പറഞ്ഞിട്ടില്ല. അതെൻ്റെ ഇഷ്ടം. ഇനി ഇവിടെ നിന്ന് ചിലക്കാതെ സന്ധ്യയ്ക്ക് മുമ്പ് വീടെത്താൻ നോക്ക്. അതും പറഞ്ഞ് വിഷ്ണു മുകളിലേക്ക് കയറിപ്പോയി. വിനയ അടിയേറ്റതുപോലെ നിന്നുപോയി. അച്ഛനും അമ്മയും കൂടി ഏട്ടൻ്റെ തോന്നിയ ദിവസത്തിന് കൂട്ടുനിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തെ അത് ബാധിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ നശിച്ചവളെ ഇവിടെ നിന്ന് ഇറക്കിവിടാൻ നോക്കും. അത്രയും കേട്ടതും പ്രസന്നന് കോപം ഇരച്ചു കയറി. ഇനി ഒരക്ഷരം വേണ്ടിയാ മോളാണെന്നൊന്നും ഞാൻ നോക്കില്ല. നീ എന്താ പറഞ്ഞത്? നശിച്ചവളെന്നോ? അത് അവളല്ല, നീയാ. നീ ഒറ്റ ഇരുത്തി കാരണം ഇതൊക്കെ സംഭവിച്ചത്. ആ പെണ്ണിന് ഇങ്ങനെയൊരു അവസ്ഥ വന്നത് നിനക്ക് വേണ്ടി അറിയാതെയാണെങ്കിലും ഞങ്ങളും ആ പാപത്തിൻ്റെ ഭാഗമായല്ലോ എന്നോർത്ത് ഓരോ നിമിഷവും നേരെ ജീവിക്കുക. ഞങ്ങൾ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ സ്വന്തം മകളായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇനി ഈ കാര്യവും പറഞ്ഞേ നീ പഠിച്ചവിട്ടി പോകരുത്. ഇറങ്ങി പോകരുതെന്ന് പ്രസന്നൻ ആക്രോശിച്ചതും അവളൊന്ന് ഭയന്നു. പിന്നെ രോഷത്തോടെ ഇരുവരെയും നോക്കി ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു. ചെയ്തു പോയ തെറ്റിനോർത്ത് പ്രസന്നനും ഭാനുമതിക്കും കുറ്റബോധം തോന്നി. അതുകൊണ്ട് തന്നെ ലച്ചുവിനെ അവർ നല്ലപോലെ നോക്കി. അർച്ചനയെല്ലാം കണ്ടും കേട്ടും മിണ്ടാതെ ആ വീട്ടിൽ കഴിഞ്ഞു. അർച്ചനയുടെ മുഖം കാണുമ്പോഴെല്ലാം ലച്ചുവിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ വിഷ്ണുവിൽ നിന്ന് അവൾ അകലം പാലിച്ചു. ലച്ചുവിൻ്റെ അവഗണന അവനെ വല്ലാതെ നോവിച്ചു. എങ്കിലും അർച്ചനയോട് അവൻ അകലം പാലിച്ചു തന്നെ നിന്നു. ഇതെല്ലാം ലച്ചു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. താൻ ഇനിയും ഇവിടെ നിന്നാൽ അർച്ചനയും വിഷ്ണുവും ഒരു ജീവിതമുണ്ടാകില്ലെന്ന് ലച്ചുവിന് തോന്നി. അതോടെ അവിടെ നിന്നും പോകാൻ അവൾ തീരുമാനിച്ചു. അവൾ പ്രസന്നനെ ചെന്ന് കണ്ടു. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി പ്രസന്നൻ അവൾക്ക് ദൂരെ എടുത്ത് ജോലി ശരിയാക്കി കൊടുത്തു. അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. വിവരം അറിഞ്ഞ് വിഷ്ണു അതിനെ ശക്തിയായി എതിർത്തു. ഇതെൻ്റെ തീരുമാനം, ഇതിൽ മാറ്റമില്ല, അവൾ തറപ്പിച്ച് പറഞ്ഞു. പിറ്റേ ദിവസം പ്രസന്നനോടൊപ്പം യാത്രയാകവേ ബാൽക്കണിയിൽ നിന്ന് വിഷ്ണു തന്നെ നോക്കുന്നത് അവൾ അറിഞ്ഞെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. പ്രതീക്ഷയോടെ അവൻ അവളെ നോക്കിയെങ്കിലും അതുണ്ടായില്ല. കാർ അകന്നു പോയതും നിശബ്ദമായി കരഞ്ഞുകൊണ്ട് അവൾ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു. മുന്നിലിരുന്ന് മിററിലൂടെ പ്രസന്നൻ ഇതെല്ലാം കണ്ട് നിർവികാരതയോടെ ഇരുന്നു. അവൾ പോയതും വിഷ്ണു വിഷമത്തോടെ മുറിയിലേക്ക് ചെന്നു. ലച്ചുവിൻ്റെ ഗന്ധം ആ മുറിയാകെ നിറഞ്ഞു നിൽക്കുന്നു. ആ വീട്ടിൽ നിൽക്കുന്നവരും അവളുടെ ഓർമ്മകൾ അവൻ്റെ ശ്വാസം മുട്ടിച്ചു. ഒടുവിൽ കാറിൻ്റെ കീയും എടുത്ത് അവൻ പുറത്തേക്ക് നടന്നു. അർച്ചന അവൻ പോകുന്നത് നോക്കി ഹാളിലുണ്ടായിരുന്നു. എങ്കിലും അവൻ അവളെ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. രാത്രി ഏറെ വൈകിയാണ് അവൻ മടങ്ങി വന്നതും ആരോടും ഒന്നും പറയാതെ അവൻ മുറിയിലേക്ക് ചെന്ന് കതകടച്ചു. അർച്ചന ഭക്ഷണം കഴിക്കാൻ വിളിക്കാനായി അവിടേക്ക് ചെന്നു. വാതിലിൽ തട്ടാൻ ഒരുങ്ങിയപ്പോഴാണ് മുറിയിൽ നിന്നും അടക്കിപ്പിടിച്ച കരച്ചിൽ കേട്ടത്. അത് കേട്ടതും അവളുടെ ഉള്ളം വിതുമ്പി. അവൾ പതിയെ തിരിഞ്ഞു നടന്നു. ആ പാവത്തിൻ്റെ ഈ കണ്ണുനീരിന് താനും കൂടി കാരണമായല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു. അച്ഛൻ്റെയും അമ്മയുടെയും അത്യാഗ്രഹം മൂലം നശിച്ചത് 3 ജീവിതങ്ങളാണ്. സർക്കാർ ഉദ്യോഗസ്ഥൻ, സുമുഖൻ, ഇട്ടുമൂടാനുള്ള സ്വത്ത്, ഏത് പെണ്ണും കൊതിച്ചു പോകുന്ന സൗന്ദര്യം. ഹോസ്റ്റലിൽ വന്ന് അമ്മ ഫോട്ടോ കാണിച്ച് തന്നപ്പോൾ തന്നെ ഒരിഷ്ടം തോന്നിയിരുന്നു. വിനയയുടെ സഹോദരനാണെന്നും വീട്ടിൽ അമ്മയും അച്ഛനും അവനും മാത്രമേ ഉള്ളൂ. രോഹിതിന് വിനയെ വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ ഏട്ടൻ്റെ വിവാഹം നടക്കണമെന്നും ഒരു മാറ്റക്കല്യാണത്തിന് അവർക്ക് താല്പര്യമുണ്ടെന്നും പറഞ്ഞ് പ്രപ്പോസലുമായി അവർ തന്നെയാണ് വന്നത് എന്നാണ് തൻ്റെ വീട്ടുകാർ തന്നോട് പറഞ്ഞത്. ഹോസ്റ്റലിലായിരുന്ന താൻ വീട്ടുകാരുടെ ചതിയൊന്നും അറിഞ്ഞതുമില്ല. വിവാഹത്തിന് കുറച്ച് ദിവസം മുമ്പാണ് താൻ സത്യങ്ങളെല്ലാം അറിഞ്ഞത്. അന്ന് വീട്ടുകാരോട് പറഞ്ഞതാണ് തനിക്ക് ഈ വിവാഹം വേണ്ടെന്ന്. നാടൊട്ട് കല്യാണം ക്ഷണിച്ച് ഇത് വേണ്ടെന്ന് പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ തങ്ങൾ നാണം കെടും. അങ്ങനെ വന്നാൽ തങ്ങൾ പിന്നെ ജീവിച്ചിരിക്കില്ലെന്നും അച്ഛനമ്മമാർ ഭീഷണിപ്പെടുത്തി.
കുഞ്ഞുണ്ടാവാത്തതിനാൽ ഏട്ടന് ഏട്ടത്തിയോട് ദേഷ്യമാണെന്നും അതുകൊണ്ട് ഏട്ടൻ തന്നെയാണ് മറ്റൊരു വിവാഹത്തിന് മുൻകൈ എടുത്തതെന്നൊക്കെ വിനയ പറഞ്ഞപ്പോൾ കുറച്ചടങ്ങി. പക്ഷേ അതെല്ലാം കള്ളമായിരുന്നു എന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മനസ്സിലായി കഴിഞ്ഞു. ആ മനസ്സിൽ ലച്ചുവിനല്ലാതെ മറ്റൊരാൾക്കും സ്ഥാനമില്ല, ഉണ്ടാവുകയുമില്ല. അത് അർച്ചനയ്ക്ക് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തെ ശല്യം ചെയ്യുകയില്ലെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് വിഷ്ണു അല്പം സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് വന്നത്. എനിക്കിവിടെ നിന്ന് ട്രാൻസ്ഫറായി, തിരുവനന്തപുരത്തേക്കാണ് പോസ്റ്റിംഗ്. നാളെ കഴിഞ്ഞ് എനിക്ക് പോകണം. അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി. പ്രസന്നനും ഭാനുമതിയും ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചു. രാത്രി സാധനങ്ങളെല്ലാം എടുത്തു വെച്ച ശേഷം അവൻ പതിവില്ലാതെ മുറിയിലേക്ക് വരുന്നത് കണ്ട് അർച്ചന അമ്പരന്നു. നാളെ ഞാൻ പോകും, പിന്നെ ഇങ്ങോട്ടൊരു മടക്കം ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ ഒരു കാർഡ് എടുത്ത് അവൻ കട്ടിലിൽ വെച്ചു. മാസാമാസം ഒരു തുക ഞാൻ ഇതിലിട്ടോളാം. തനിക്കും തൻ്റെ വീട്ടുകാർക്ക് ആവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. ഇതിനു വേണ്ടിയല്ലേ ഈ വിവാഹം നടത്തിയത്. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. അർച്ചന കരഞ്ഞുകൊണ്ട് കട്ടിലിലിരുന്നു. പിറ്റേ ദിവസം കാലത്ത് തന്നെ അവൻ ബാഗുമായി പടിയിറങ്ങി. അച്ഛനോടും അമ്മയോടും പേരിന് യാത്ര പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി. കാർ അകന്നു പോകുന്നത് നോക്കി പ്രസന്നനും ഭാനുമതിയും വരാന്തയിൽ തന്നെ ഇരുന്നു. തുടരും.